ഈ നമ്മൾ ഇപ്പോൾ ഞാൻ ചിറ്റപ്പം കഴിഞ്ഞതിനടുത്ത് ഞാൻ ആദ്യത്തെ അതിന് ശേഷമുള്ള പൂജാരിയാണ് ഞാൻ. ഇപ്പോൾ ഓരോരുത്തരിപ്പം നിങ്ങൾ പൊങ്കാലയ്ക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് പൂജ നടത്താം, അതിനാരും വിരോധമില്ല. അപ്പോൾ അങ്ങനെ പൊതു സ്ഥലമായിട്ട് നമ്മൾ കണക്കാക്കി ഇപ്പോൾ എല്ലാവർക്കും വന്നുകൊണ്ടിരിക്കുന്നത്. ദൂരെയുള്ള സ്ഥലത്തും വരണം. ഇത് അടുത്ത മകരം 1-ാം തീയതി പൊതു പൂജ. തലേദിവസം ഇവിടെ കാണും, തലേദിവസം ഇവിടെ ചാറ്റ് കാണും, നമ്മളെ പാരമ്പര്യ ആദിവാസിയുടെ ചാറ്റ്. നാട്ടിൻപുറത്തുള്ള കൊടിതി പോലെ കൊടിതിയാണിത്. പിന്നെ ഇപ്പോൾ നോട്ടിൽ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ സീത വിളിച്ച പാറയെന്നാണ്, സീത വിളിച്ച കുളമെന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ തീർത്ഥമെന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇവിടെ നടന്നുകൊണ്ട് വരുന്നത്. പിന്നെയും തലമുറയായിട്ട് നടന്നുകൊണ്ട് ഇരിക്കും. അങ്ങനെ നമുക്ക് ആഡംബരം എന്നുള്ളതില്ല. ഇതേപോലെ നമുക്ക് പ്രകൃതിയെ സ്നേഹിച്ചു കൊണ്ടുള്ള പരിപാടിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അടുത്ത തലമുറയ്ക്ക് വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഇതിന് ശേഷമാണ് ബ്രഹ്മനെ കണ്ട് സാന്നിധ്യമായിട്ട് അഗസ്ത്യറിൽ പോയത്. അഗസ്ത്യർ മുന്നിൽ കാണാൻ പോയത്. ഇവിടെ വന്ന് ബ്രഹ്മന സാന്നിധ്യം ഉള്ള മലയിൽ തങ്ങിയിട്ടാണ് ഇവിടെ കണ്ടിട്ടാണ് ഇവിടെ അഗസ്ത്യർ മഹർഷിയെ കാണാൻ പോയത്. അങ്ങനെയാണ് നമ്മളെ ചരിത്രവും രാമായണത്തിലൊക്കെ പറയുന്നത്. നമ്മളെ ചരിത്രം വാമൊഴിയാണ്. അങ്ങനെയാണ് പറയുന്നത്. നിങ്ങളിപ്പോൾ പൂജാരിയായിട്ട് എത്ര വർഷമായി? 10-30 വർഷം. 30 വർഷമായി. അപ്പോൾ നിങ്ങൾ തലമുറയായിട്ട് ഇങ്ങനെ കൈമാറിക്കൊണ്ട് ആരെങ്കിലും ഒരാളോട് നോമ്പ് ഉണ്ടെങ്കിൽ വ്രതം ഉണ്ടെങ്കിൽ ഇവിടെ പൂജിക്കാൻ നമുക്കുള്ളൂ. നമ്മൾ കഠിന വ്രതമാണ്. ഇപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് അങ്ങ് വ്രതം അയക്കുന്നത്. അപ്പം ഈ പൊങ്കാല കഴിഞ്ഞ് എന്തെങ്കിലും നമ്മൾ വേവിക്കുന്ന ആഹാരം, ഉപ്പ് കൊട്ടുള്ള വേവിക്കുന്ന ആഹാരം കഴിക്കുള്ളൂ. നന്നു വേവിക്കണത്. ഇപ്പം നമ്മൾ പറയാം രാവിലെ വീട്ടിൽ നിന്ന് ഉരട്ടിയൊക്കെ ശരിയാക്കി കാപ്പി കുടിച്ചിട്ടാണ് വന്നത്. അത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ഇത് പണ്ട് രാജാവ് ഞങ്ങളുടെ കൊട്ടാരത്തിൽ തമ്പുരാനൊക്കെ ഇരുന്നപ്പോഴത്തേക്ക് തമ്പുരാട്ടി അമ്മ വന്ന് ഇവിടെ പൊങ്കാല കഴിപ്പിച്ച്, സന്താനങ്ങളില്ല, അങ്ങനെയാണ് അപ്പൂപ്പനൊക്കെ ഉണ്ടായിരുന്നു. പൊങ്കാല കഴിപ്പിച്ച് അപ്പോൾ ദേവൻ അനുഗ്രഹിച്ച് പറഞ്ഞ് ഇങ്ങനെ 2 വിരൽ കാണിച്ചു കൊടുത്തു. അപ്പോൾ അതിന് ശേഷമാണ് ചിത്രയും മാർത്താണ്ഡനും ആയത്. അപ്പോൾ കൊട്ടാരം അങ്ങ് താഴെയാണ്, നമ്മളെ ISRA ഇരിക്കുന്നില്ലേ, അവിടെ ആയിരുന്നു തമ്പുരാട്ടിയുടെ കൊട്ടാരം. മറ്റേ ഇവിടെ പോലീസ് സ്റ്റേഷനിലാണ് ഇടി വീഴുന്ന കൊട്ടാരം. അവർ പുറത്ത് താമസിച്ച ആ കൊട്ടാരം ഇടി വീഴുന്നു. അങ്ങനെയാണ് ഇവിടെ ആക്കി ഇപ്പുറത്തായത്. അപ്പോൾ നമ്മളെ തലമുറ ഞാനൊക്കെ കൊച്ചു കാലത്ത് വന്ന് എനിക്ക് മുണ്ടും തമ്മാനെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചെറുപ്പമാണ്, ഓർമ്മയില്ല എന്നാലും ചെറുപ്പമാണ് കിട്ടിയത്.